ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ആണ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നേരത്തെ ഏജ് ടോക്ക് എന്ന് പറയുന്ന ചാനലിന് എത്തിച്ച പോലെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഡേയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ന്യൂ ഡേയുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് വരാൻ പോകുന്നത്. ഇതെന്താണെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള ഒരു ഉത്തരവ് എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കുന്നത് ഡിസംബർ 2 നടക്കുമെന്നാണ്. സോ എന്തായാലും ഈ ഒരു ഡിസംബർ 2 ഈ ഒരു ന്യൂ ഡേയുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് ഇത് വെറുതെ ഒരു ആനിവേഴ്സറി ആയിരിക്കില്ല, എന്തെങ്കിലും ഈ ഒരു ആനിവേഴ്സറി ഉണ്ടായിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ കോഫി കിങ്സ്റ്റൺ, സേവിയർ വുഡ്സ്, അതായത് ചുമ്മാ ഒരു ആനിവേഴ്സറി ആയിട്ട് നടക്കാൻ WWE തീരുമാനിക്കുന്നില്ല. ഒന്നെങ്കിൽ സേവിയർ വുഡ്സോ കെവിൻ ഓവൻസ് അല്ല, സേവിയർ വുഡ്സ്, കോഫി കിങ്സ്റ്റൺ ഇവർ തമ്മിലുള്ള ഒരു ഫ്യൂഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ ബിഗ്ഗിയുടെ ഇഞ്ചുറിയൊക്കെ ഭേദമായിട്ട് വരുന്നു, അദ്ദേഹം ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. സോ ഇത് വെറുതെ ഒരു സെലിബ്രേഷൻ ആയിരിക്കത്തില്ല, സംതിങ് ഈ ഒരു സെലിബ്രേഷനകത്തുണ്ടായിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാവരും ചോദിക്കുന്നത് ബ്രോക്ക് ലെസ്നർ എന്ന് തിരിച്ചു വരും എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാറുണ്ട്. ബട്ട് അതിൽ ഞാൻ വരുമെന്ന് പറയുന്നതല്ലാതെ കേൾക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ ജിം കോർണറ്റ് ഇത് WWE ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബ്രോക്ക് ലെസ്നറിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. കാരണം ഒരു നല്ലൊരു മാച്ചാണ് ഒരുങ്ങുന്നത്. അതായത് നമുക്കറിയാം, പോൾ ഹേമൻ നമ്മുടെ ബ്രോക്ക് ലെസ്നറിൻ്റെ എന്താ പറയുക വൈസ്മാൻ ആയിരുന്നു. പിന്നെ റോമൻ റൈഡ്സിൻ്റെ വൈസ്മാനായി. അതുപോലെ തന്നെ നമ്മുടെ CM Punkൻ്റെ ജനറൽ മാനേജറായിരുന്നു. സോ എന്തായാലും ഇപ്പോൾ ജിം കോർണറ്റ് പറയുന്നത് ബ്രോക്ക് ലെസ്നറെ കൂടെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഈ പോൾ ഹേമിനകത്ത് ഇൻവോൾവ് ആണല്ലോ, ഇവർ 3 പേര് തമ്മിൽ മാറ്റി വെക്കണം. എന്നിട്ട് ആരാണോ ജയിക്കുന്നത് അവരുടെ കൂടെ പോൾ ഹേമൻ നിൽക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂഡും മാച്ചൊക്കെ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ജിം കോർണറ്റ് പറയുന്നത്. സോ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഒരുപക്ഷെ ഇത് റസൽമേനിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. റോമൻ റീൻസ്, ബ്രോക്ക് ലെസ്നർ, അതുപോലെ തന്നെ CM Punk ഫോർ ദി വൈസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊളി തന്നെയായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോഡി റോഡ്സ്, കെവിൻ ഓവൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും ഇവരുടെ മാച്ച് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്കാണ് ഈ ഒരു മാച്ച് കൺഫേം ആയിരിക്കുന്നത്. ഇത് WWE തന്നെ ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായാലും വെയിറ്റിംഗ് ആണ് ഈ ഒരു മാച്ചിന് വേണ്ടി. എന്തായാലും നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇതിൻ്റെ ടെലികാസ്റ്റ് ഒന്നും TV-യിലില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബട്ട് വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ WWE നടത്താൻ പോകുന്നത്, സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ലാനയെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ലാനയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. CJ Perry എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും CJ Perry അദ്ദേഹത്തിൻ്റെ എക്സാനിൽ ട്വീറ്റിരിക്കുകയാണ്. അതായത് നെറ്റ്ഫ്ലിക്സ് ഷോയിൽ ലാന തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്വീറ്റാണ് നമ്മുടെ CJ Perry ഇട്ടിരിക്കുന്നത്, ഇത് ലാന ഇട്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ലാന തിരിച്ചു വരണ്ട എന്നാണ്. കാരണം റൂസേവിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അതായത് റൂസവ് ലാന ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഓവർ സമയം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു കോമ്പിനേഷനായിരുന്നു റൂസവ് ലാന എന്ന് പറയുന്നത്. അല്ലാതെ ലാന തനിച്ച് വന്നു കഴിഞ്ഞാൽ ശരിയാകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റൂസവ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. എന്തായാലും ഇനി ആ ഒരു കോംബോ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടുപേരും ഡിവോഴ്സ്ഡാണ്. സോ അങ്ങനെ വീണ്ടും ഇവർ WWE വന്നാൽ തന്നെ ഇവർ ആ ഒരു കോംബോയിൽ പോകത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജേഡ് ഗാർഗിലിൻ്റെ ഇഞ്ചുറിയെക്കുറിച്ച്. അതായത് എന്താണ് ജേഡ് ഗാർഗിലിന് പറ്റിയത്, ശരിക്കും എത്ര നാൾ ഇഞ്ചുറി ആയിട്ട് പുറത്തിരിക്കേണ്ടി വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് 2 മുതൽ 3 മാസം വരെ ജേഡ് ഗാർഗിലിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. അതായത് ഇഞ്ചുറി കാരണം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഇഞ്ചുറി അല്ല, TV കാണിച്ചൊരു ഇഞ്ചുറി അല്ല ശരിക്കും ജേഡ് ഗാർഗിലിന് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ നേരത്തെ ഒരു ഇഞ്ചുറി ജേഡ് ഗാർഗിലിന് ഉണ്ടായിരുന്നു. സോ ജേഡ് ഗാർഗിലിനെ ആ ഒരു TV-യിൽ നിന്ന് ഔട്ടാക്കണം. സോ അതിനുവേണ്ടി കാണിച്ചൊരു ഇഞ്ചുറിയാണത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു നെക്ക് ഇഞ്ചുറിയാണ് ജേഡ് ഗാർഗിൽ നിന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. സോ അതിൻ്റെ ഒരു പേരിലാണ് ജേഡ് ഗാർഗിൽ ഇപ്പോൾ പുറത്തേക്ക് ഇരിക്കുന്നത്. എന്തായാലും 2-3 പ്രധാനപ്പെട്ട സോഴ്സുകൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. 2 മുതൽ 3 മാസം വരെ ജേഡ് ഗാർഗിലിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. റിയ റിപ്ലി 2 മുതൽ 3 മാസം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്ന്. ബട്ട് റിയ റിപ്ലി 2 ആഴ്ച കൊണ്ട് തിരിച്ചു വന്നു. സോ എന്തായാലും അവർ പറയുന്നത് എനിക്കത്ര വിശ്വാസമില്ല. നേരത്തെ ഈ ഒരു സോഴ്സുകളൊക്കെയാണ് പറഞ്ഞത്. അവർ വളരെ പ്രധാനപ്പെട്ട സോഴ്സുകളാണ്. WWE ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും പറയുന്ന സോഴ്സുകളാണ്. സോ എന്തായാലും മൾട്ടിപ്പിൾ സോഴ്സസ് റിയ റിപ്ലൈ കാർഡിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു
3 മാസത്തെ റെസ്റ്റെങ്കിലും വേണ്ടി വരും ജെയ്ഡ് കാർഗിൽ നിന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫൈനലി ആ ഒരു വീഡിയോ WWE അവരുടെ ഒഫീഷ്യൽ ആൻലിയിട്ടേക്കാണ്. ഇത് CM അങ്ങ് തിരിച്ചു വന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബാക്ക് സ്റ്റേജ് കാണുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് WWE അവരുടെ ഒഫീഷ്യൽ ആൻലിയിട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അദ്ദേഹത്തെ രഹസ്യമായിട്ട് കൊണ്ടുവരുന്നു. അദ്ദേഹം വന്നിട്ട് ട്രിപ്പിൾ എച്ചിനോട് സ്റ്റെഫിനൊക്കെ എല്ലാം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. നമ്മുടെ വില്യം റീഗലോടെ ഇപ്പോൾ ഉണ്ട്. വില്യം റീഗലിനെയൊക്കെ നേരത്തെ ചീത്ത വിളിച്ച പുള്ളിയാണ് CM അങ്ങ്. അതേക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് എന്തായാലും അവിടെ നിൽപ്പുണ്ട്. എന്തായാലും എന്നിട്ട് നമ്മുടെ ട്രിപ്പിൾ എച്ചിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പോകേണ്ടത്, കറക്റ്റ് കാര്യങ്ങളൊന്നും CM ഇങ്ങനെ അത്ര അറിയില്ല. അപ്പം പറയുന്നുണ്ട് ആ ഒരു കേജ് ഉണ്ട് അവിടെ, ആ കേജിൻ്റെ ഇടയ്ക്കൂടാണ് പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പം CM അതിൻ്റെ അകത്തൂടെ കയറിയാണോ പോകേണ്ടതെന്നൊക്കെ CM ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അകത്തൂടല്ല, അതിൻ്റെ നടുക്ക് 2 കേജുണ്ട്, അതിൻ്റെ നടുക്കൂടെ കയറി പോയി ആ നടുക്ക് എന്നാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും എന്നിട്ട് അദ്ദേഹം പോയി നമ്മുടെ ട്രിപ്പിൾ എച്ച് ആ ഒരു കർട്ടനൊക്കെ മാറ്റി നോക്കുന്നുണ്ട്. കാരണം ആ ഒരു റെസ്പോൺസ് കണ്ടിട്ട് എനിക്കൊന്ന് ട്രിപ്പിൾ എച്ച് ഒന്നുകൂടെ ഞാൻ വിചാരിച്ചു ട്രിപ്പിൾ എച്ച് അകത്തോട്ട് കയറി പോകുന്നത്, ഇത് വെളിയിലോട്ട് ചെന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നിയത് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട്. സോ എന്തായാലും നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. ഇത് നേരത്തെ തന്നെ വേണ്ടായിരുന്നു, ഇത്ര താമസിച്ച് എന്താണെന്ന് അറിയില്ല. ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെത്ത് റോളിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചു ആ ബ്ലഡ് ലൈനിൻ്റെ 5ാമത്തെ മെമ്പർ സെത്ത് റോളിൻസ് ആയിരിക്കുമെന്ന്. പിന്നെയാണ് ഒരു ട്വിസ്റ്റ് വന്നത്. എന്തായാലും സെത്ത് റോളിൻസ് എല്ലാവരും 5ാമത്തെ മെമ്പർ, പക്ഷേ നമ്മുടെ CM ആയിരുന്നു. റിയാലിറ്റി എന്ന് പറയുന്നത് അതായത് റിയാലിറ്റി ഒന്നുമല്ല, ഞാൻ ആ പറഞ്ഞ ഫ്ലോയിലേക്ക് പറഞ്ഞതാണ്. അതായത് നമ്മുടെ CM 5ാമത്തെ മെമ്പറായി. സോ സെത്ത് റോളിൻസിന് എന്ത് ചെയ്യുന്നു പലരും ചോദിക്കുന്നുണ്ട്. ബ്രോൺസൺ റീഡ് മറ്റേ ടീമിലുമാണ്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ സെത്ത് റോളിൻസും ഈ ഒരു മാച്ചിൻ്റെ പാർട്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊന്നെങ്കിൽ ബ്രോൺസൺ റീഡിനെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ CM അറ്റാക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹവും ഈ ഒരു ഫ്യൂഡിൻ്റെ പാർട്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.